Hello, good morning all. ഗുഡ് മോർണിംഗ്. Thank you. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് ആതിര മാം ആണ്. മാം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്ന ടീച്ചറാണ്, ട്രെയിനറാണ്. മാമിന്റെ വീട്ടിൽ കറണ്ട് പോയിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട് മാം. കുഴപ്പമുണ്ടാവില്ലല്ലേ മാം? കുഴപ്പമുണ്ടാവില്ല, ചാർജ് ഉള്ളത് വരെ കാണും, പിന്നെ പോവും. ആ ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ Thank you. ഓക്കെ. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. നമുക്ക് എല്ലാരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുമല്ലേ രാവിലെ, ഫുൾ എനർജിയില്? അപ്പൊ നമുക്ക് രാവിലെ തന്നെ ഒരു ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ ഇന്ന് എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അഡ്വേഴ്സിറ്റി കോഷ്യന്റ് ആണ്, AQ എന്ന് പറയും. അതിന് മുന്നേ തന്നെ നമുക്ക് ക്വസ്റ്റ്യനിലേക്കൊക്കെ കടക്കാം. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരിലെ സക്സസ് ഉള്ളവരെ നമ്മൾ കണ്ടിട്ടുണ്ട്, വിജയങ്ങൾ കൊയ്യുന്നവരെ. ഇവർക്കൊക്കെ വിജയങ്ങൾ വരുന്നത് നമുക്ക് പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ ഇവർക്കൊക്കെ വിജയങ്ങൾ വരുന്നത്? നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ടായിരിക്കില്ല. ഇല്ലാത്ത ഉള്ളവരൊക്കെ സക്സസ് നേടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് ചുറ്റുമുള്ള വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാര് ഓരോ പ്രശ്നങ്ങൾ വരുമ്പം പ്രോബ്ലംസിലേക്കൊക്കെ വരാറുണ്ട്. ഇന്റലിജന്റും അതേപോലെ വളരെ ഫിസിക്കൽ ഹെൽത്തും വെൽത്തും മെന്റൽ സ്റ്റാറ്റസും ഒക്കെ ഉള്ള ആൾക്കാര് ചില ഘട്ടങ്ങൾ വരുമ്പം ഇവര് താഴേക്ക് പോകും. ഇതിനൊക്കെയുള്ള ഇവര് ഞാനൊരു ഹലോ, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ബ്രേക്ക് ആവുന്നുണ്ട്. കേൾക്കാൻ പറ്റുന്നില്ല? ഇല്ല, കുറെയൊന്നും കേട്ടില്ല. ഇപ്പം കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കേക്കാം. ഞാനിപ്പോ റിപ്പീറ്റ് ചെയ്യണോ എല്ലാം? ഒന്നും കേട്ടില്ല. എനിക്കൊന്നും കേട്ടില്ല. ഓക്കെ ഓക്കെ, അപ്പം പറയാം. നമുക്ക് അപ്പൊ രാവിലെ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ക്ലാസ്സിലേക്ക് കയറാം. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരില് പലരും വിജയിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവർ വിജയിക്കുന്നത് ഇവർക്കൊന്നും പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇവരൊക്കെ വിജയിക്കുന്നത്? അല്ല, അല്ല, ഇവർക്കൊക്കെ വിജയിക്കുന്നത് പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ഇവരൊക്കെ വിജയിക്കുന്നത്? ഇവർക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് അല്ലെ? പ്രശ്നങ്ങളെയൊക്കെ സോൾവ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് മുന്നോട്ട് പോകുന്നോണ്ടാണ് ഇവര് ലൈഫിൽ വിജയിക്കാനുള്ള കാരണം. നമ്മൾ ശ്രദ്ധിച്ചുണ്ട്, നമ്മുടെ ചുറ്റുപാടും ഉള്ള ആൾക്കാരിൽ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാര്, ഫിസിക്കലി ഹെൽത്ത് ആയിട്ടുള്ളവര്, നല്ല വെൽത്ത് ഉള്ളവര്, സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ളവര്, ഇവരൊക്കെ ലൈഫിൽ പരാജയപ്പെട്ടു പോകുന്നു. എന്നാൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാര് ലൈഫിൽ സക്സസ് ആയിട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഇതിനുള്ള കാരണം എന്താണ്? ഇതിനുള്ള കാരണം നമ്മുടെ അഡ്വേഴ്സിറ്റി കോഷ്യന്റ് ആണ്, AQ ആണ്. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ഞാനൊരു സിമ്പിൾ സ്റ്റോറിയിലൂടെ നമുക്ക് AQ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ഒരു ഇന്റർനാഷണൽ വോളിബോൾ പ്ലെയർ ആണ് ഞാൻ പറയുന്ന സ്റ്റോറിയിലെ ഹീറോയിൻ എന്ന് പറയുന്നത്. അപ്പം വളരെ സ്വപ്നങ്ങളോടുകൂടി ജീവിക്കുന്ന, രാജ്യത്തിന് വേണ്ടി കളിക്കണം, ഒരുപാട് മെഡലുകൾ നേടണം എന്ന ആഗ്രഹത്തോടു കൂടി ജീവിക്കുന്ന ഒരു വോളിബോൾ താരമാണ് ഈ പെൺകുട്ടി. അങ്ങനെ ഒരു ദിവസം ലക്നൌവിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ വെച്ച് മോഷ്ടാക്കൾ ഇവരുടെ മാല
പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിക്കുന്നു, പിടിച്ചു പറിക്കാൻ. അപ്പൊ ഈ പെൺകുട്ടി എന്ത് ചെയ്യുന്നു? ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി ഇവരോട് ഫൈറ്റ് ചെയ്യുന്നു. ഈ മോഷ്ടാക്കൾ പെൺകുട്ടിയെ തള്ളി ട്രെയിനിൽ നിന്ന് താഴേക്ക് ഇടുന്നു. നിർഭാഗ്യവശാല് അത് ഒരു ട്രാക്കിലേക്കാണ് വീണത്. ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ഒരു ട്രെയിൻ വരികയും അവരുടെ കാലുകൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതൊക്കെ അർദ്ധരാത്രിയിലാണ് സംഭവിക്കുന്നത്. ഈ വേദനയൊക്കെ സഹിച്ച് ഇവർക്ക് ബോധം വരുമ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നു ഇവരുടെ കാല് ഒരെണ്ണം നഷ്ടപ്പെട്ടിരിക്കുന്നു, മറ്റതിന് ഫ്രാക്ചർ ഉണ്ടായിരിക്കുന്നു എന്നൊക്കെയുള്ളത്. പുലർച്ചെ അവിടെയുള്ള പരിസരവാസികൾ വന്ന് ഇവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ അധികം ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത ഹോസ്പിറ്റലാണ്. ഇപ്പം ഡോക്ടേഴ്സ് ഇവരുടെ ഇതോടുകൂടി അവിടെ സർജറി ചെയ്യുകയാണ്. ഇവർക്ക് സെഡേഷൻ പോലും കൊടുക്കാതെ കാലിന്റെ സർജറി ചെയ്യുന്നു. അത്രയും പെയിനൊക്കെ ഇവര് സഹിക്കുന്നുണ്ട്. എന്നിട്ട് ഇവരെ ഇങ്ങനെ വോളിബോൾ താരമാണ് എന്നൊക്കെ അറിഞ്ഞിട്ട് ഇവരെ അല്ലാതെ തന്നെ എയിംസ് ഹോസ്പിറ്റലിലേക്ക് പോവുകയും ബെറ്റർ ട്രീറ്റ്മെന്റുകൾ കിട്ടുകയും ചെയ്യുകയാണ്. അതിനിടയ്ക്ക് മീഡിയയിലൊക്കെ പറയുന്നുണ്ട് ഇവര് ടിക്കറ്റ് എടുക്കാതെ ട്രാവൽ ചെയ്ത് ആ സമയത്ത് TTR ആയിട്ടുള്ള ഫൈറ്റിന്റെ ഇടയിൽ ട്രെയിനിൽ നിന്ന് ചാടിയതാണ്. പിന്നെ ഇവരുടെ പേഴ്സണൽ പ്രോബ്ലംസ് കാരണം ഇവര് ട്രെയിനിൽ നിന്ന് ചാടിയതാണ് എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് ഈ പെൺകുട്ടിക്ക് വളരെ സങ്കടം വരുന്നു. അങ്ങനെ ഇവരൊരു തീരുമാനം എടുക്കുന്നു, ഞാൻ എവറസ്റ്റ് കീഴടക്കും എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നു. ഒരു കാല് കൃത്രിമക്കാല്, മറ്റു കാലിലാണെങ്കിൽ റാഡ് വെച്ചിരിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയുള്ള സമയത്താണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. 2011 ഈ സംഭവങ്ങളെല്ലാം വരുന്നത്. ഹോസ്പിറ്റലിൽ വിട്ട് നേരെ ഇവര് പോകുന്നത് വീട്ടിലേക്കല്ല, ബെഞ്ചേന്ദ്രി പാൽ, മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ ഇന്ത്യൻ വനിതയാണ് ബെഞ്ചേന്ദ്രി പാൽ. അവരെ കാണാനാണ് പോകുന്നത്. ആ സമയത്ത് ബെഞ്ചേന്ദ്രി പാലിന് വളരെ അതിശയം തോന്നുന്നു. ഈ ഒരു സമയത്തും ഇത്രയും വലിയൊരു ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പം ബെഞ്ചേന്ദ്രി പാല് എല്ലാ സഹായങ്ങളും ഇവർക്ക് ചെയ്തു കൊടുക്കുന്നു. സ്പോൺസർഷിപ്പും ഇവർക്ക് ട്രെയിനിങ് കൊടുക്കാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ട് പറയുന്നു, മൈൻഡിൽ ഇങ്ങനെ ഒരു കാര്യം ഈ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് നേടാൻ കഴിയും എന്ന് പെൺകുട്ടിയോട് പറയുന്നു. അപ്പം ഈ പെൺകുട്ടി പറയുന്നുണ്ട്, എൻ്റെ പേരൻസ് അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരല്ലാതെ എന്നെ സപ്പോർട്ട് ചെയ്ത ആകെ ഒരു വനിതയാണ് ഈ ബെഞ്ചേന്ദ്രി പാൽ എന്നുള്ളത്. അങ്ങനെ മൗണ്ട് എവറസ്റ്റ് കീഴടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 2012 മൗണ്ട് എവറസ്റ്റ് ഒരു കൃത്രിമക്കാലോടുകൂടിയുള്ള ഫസ്റ്റ് ആംബ്യൂട്ടായിട്ട് ഈ പെൺകുട്ടി മൗണ്ട് എവറസ്റ്റ് കീഴടക്കുന്നു. അപ്പൊ ഈ പെൺകുട്ടി ആരാന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ആരാണ്? നമ്മുടെ അരുണിമ സിൻഹയാണ്. അരുണിമ സിൻഹ എവറസ്റ്റ് കീഴടക്കുകയും അങ്ങനെ ഫസ്റ്റ് എവറസ്റ്റ് കീഴടക്കിയ ആംബ്യൂട്ട് എന്നുള്ള പേര് അവർ നേടുകയും ചെയ്യുകയാണ്. അപ്പം അസാധ്യത്തെ പോലും സാധ്യമാക്കിയ വനിതയാണ് അരുണിമ സിൻഹ എന്ന് പറയുന്നത്. ഇവര് ഫസ്റ്റ് ഹോസ്പിറ്റലിൽ വിട്ട് പോയിട്ടുണ്ടെങ്കിലും ഇവര് എവറസ്റ്റ് കീഴടക്കുന്നതിന് മുന്നേ അതിന് ചുറ്റുമുള്ള ചെറിയ ചെറിയ പർവ്വതങ്ങൾ, മൗണ്ടൻസ് കീഴടക്കുകയും അതിനുശേഷമാണ് എവറസ്റ്റ് കീഴടക്കിയത്. അത് വളരെ ട്രെയിനിങ്ങും വളരെ ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ സഹിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഈ അരുണിമ സിൻഹയുടെ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് കിട്ടിയ മെസ്സേജ് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് തന്നാലും നമ്മൾ എന്ത് നേടണം എന്ന് ആഗ്രഹിക്കുന്നതാണ് ലൈഫിൽ നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് അരുണിമ സിൻഹയുടെ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഈ അരുണിമ സിൻഹയുടെ സ്റ്റോറി നമ്മളെ പഠിപ്പിക്കുന്നത് ഇത്ര ബുദ്ധിമുട്ടുകളും പ്രതികൂല സാഹചര്യങ്ങളൊക്കെ വന്നാലും അതിനെ തരണം ചെയ്യാനുള്ള ഒരു മനോധൈര്യം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്വേഴ്സിറ്റി കോഷ്യൻ അല്ലെങ്കിൽ AQ എന്ന് പറയുന്നത്. ലൈഫിലെ എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളും നേരിടാനുള്ള മനോധൈര്യത്തിനെ അളക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? AQ അല്ലെങ്കിൽ അഡ്വേഴ്സിറ്റി കോഷ്യന്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്, നമ്മളെ പഠിപ്പിച്ചു തന്നത് പോൾ G. സ്ലോട്ടർ എന്നുള്ള അമേരിക്കൻ സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്, റിസർച്ചറാണ്, ഓതറാണ്. എന്നീ നിലകളിലെല്ലാം അദ്ദേഹം ഫേമസ് ആണ്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് നമ്മളെ പഠിപ്പിച്ചതാണ് പോൾ G. സ്ലോട്ടർ എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നത് അഡ്വേഴ്സിറ്റി അനുസരിച്ച് നമുക്ക് പ്രധാനമായിട്ടും 3 ടൈപ്പ് പീപ്പിൾസ് ഉണ്ടെന്നാണ് പറയുന്നത്. 3 ടൈപ്പ് ആൾക്കാരുണ്ട്. അതിന്റെ ഫസ്റ്റ് വണ്ണാണ് ക്വിറ്റർ, സെക്കൻഡ് വണ്ണാണ് ക്ലാമ്പേഴ്സ്, തേർഡ് വണ്ണാണ് ക്ലൈംബർ എന്ന് പറയുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ക്വിറ്റർ. എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഇവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്, ഇതൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല. അപ്പൊ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ക്വിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് എന്തെന്ന് പറയുന്നത്? ക്വിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവർക്ക്
ഒന്നും സാധിക്കില്ല, പറ്റില്ല, ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഓവർ തിങ്കിങ് ആയിട്ടുള്ള ആൾക്കാരാണ് ക്വിറ്റേഴ്സ് എന്ന് പറയുന്നത്. എക്സാമിന് മാർക്ക് കുറയുവാണെങ്കിൽ തന്നെ ഇവർക്ക് എനിക്ക് കഴിയില്ല, എനിക്ക് പറ്റില്ല എന്ന് പറയും. ജോബ് പ്രശ്നം വന്നാൽ അപ്പം തന്നെ അവർ ജോബ് റിസൈൻ ചെയ്തിട്ട് അവര് എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരാണ് ഈ ക്വിറ്റേഴ്സ്. നെക്സ്റ്റ് വൺ ആണ് ക്ലാമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇവരെന്ന് പറയുന്നത് ഫസ്റ്റ് ഇവർ നന്നായിട്ട് പരിശ്രമിക്കും, എന്നിട്ട് അവർ കുറച്ച് മാർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലൈഫിൽ ഒരു സെറ്റിൽ ആയി കഴിഞ്ഞാൽ ഇത് എനിക്ക് ഓക്കെയാണ്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എന്ന രീതിയിൽ ഉള്ള ആൾക്കാരാണ് ക്ലാമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ക്ലാമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടിലുള്ള കുറെ ആൾക്കാരും എന്താണ് ക്ലാമ്പേഴ്സ് ആണ്. ഇവര് സേഫ് സോൺ വിട്ട് കളിക്കത്തില്ല, എപ്പോഴും സേഫ് ആയിട്ടിരിക്കണം, ഒരുപാട് ടെൻഷൻസ് ഒന്നും ഇവർക്ക് പാടില്ല. ഇപ്പം മാർക്ക് തന്നെ ഒരു 85, 90 അല്ലെങ്കിൽ നന്നായിട്ട് ഇവർ പഠിക്കും, എന്നിട്ട് ലൈഫിൽ എന്തെങ്കിലും ഒന്ന് നേടിയിട്ട് ഇവർ ഓക്കെയാണ്, ഇവർക്കൊരു എന്താണ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകത്തില്ല, അവരവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നവരാണ് എന്തെന്ന് പറയുന്നത് ക്ലാമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ലൈഫിൽ ഒരു ഘട്ടത്തിൽ ഞാനും ഒരു ക്ലാമ്പർ ആയിരുന്നു, എനിക്കും അക്കാഡമിക്കില് നല്ല മാർക്ക്, ഒരു ജോബ് കിട്ടി, ഞാനും സേഫ് ആണ്, ഓക്കെ ആണ് എന്നും പറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു ഞാനും. ഗവൺമെന്റ് ജോബ് ഉണ്ട്, അപ്പൊ അവരൊരു വീട്, ഒരു കാറ് അങ്ങനെയൊക്കെ എടുത്ത് നമ്മൾ സെറ്റിലായി എന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് സൈക്കോളജിയിലേക്ക് വന്നപ്പോഴാണ് കുറെ കാര്യങ്ങൾ നമുക്ക് നേടാനുണ്ട്, നമുക്ക് മനസ്സിലാക്കാനുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഞാനും വീണ്ടും ഒരു ക്ലൈംബറിലേക്ക് മാറിയത്. അപ്പം ലൈഫിൽ കൂടുതൽ ആൾക്കാരും എന്തായിട്ടുള്ളവരാണ്, ക്ലാമ്പേഴ്സ് ആയിട്ടുള്ളവരാണ്. നമുക്കൊരു ക്ലാസ് ശ്രദ്ധിച്ചാലും അതിലും ഈ ക്ലാമ്പേഴ്സിനെയാണ് ആരും അധികം ശ്രദ്ധിക്കത്തില്ല. ഇവരെന്തായാലും ആവറേജുകാരാണ്, ഇവര് മാർക്ക് വാങ്ങിക്കും, പാസ്സാകുമെന്ന് അറിയാം. നമ്മൾ A+കാരെയും അല്ലെ ലോ ലെവൽ ആൾക്കാരെയൊക്കെയാണ് കൂടുതൽ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനും ഒക്കെ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ളവരാണ് ക്ലാമ്പേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ക്ലൈംബേഴ്സ് എന്ന് പറയുന്നത്. ഇവരെന്ന് പറഞ്ഞാൽ സക്സസ് അല്ലാതെ ഇവർക്ക് മറ്റൊരു ലക്ഷ്യമില്ല. ഇവർ എന്ത് വിചാരിക്കുന്നു അവർക്ക് അത് നേടുക. അവർ എത്രയും പ്രാവശ്യം ഫെയിലിയർ ആവുന്നു അത്രയും പ്രാവശ്യം ഇവര് സക്സസിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. വീണെടുത്തുനിന്ന് വീണ്ടും വീണ്ടും എണീറ്റ് ട്രൈ ചെയ്യുന്നവരാണ് എന്തെന്ന് പറയുന്നത് ക്ലൈംബേഴ്സ് എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു സ്റ്റോറി പറയാം. ഞാൻ പേരൊന്നും പറയുന്നില്ല. ഒരു എറണാകുളത്ത് ഇപ്പം അറിയപ്പെടുന്ന ആൾക്കാരാണ് ക്ലൈംബേഴ്സ് എന്ന് പറയുന്നത്. എൻ്റെ ചാർജ് ക്ലൈംബേഴ്സ് എന്ന് പറയുന്നത്. അപ്പം എറണാകുളത്ത് അറിയപ്പെടുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനി ഓണേഴ്സ് ആണ്. ഫസ്റ്റിൽ ഇവർക്ക് ലൈഫിൽ ഒന്നുമില്ല. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയത്ത് ഇവരൊരു ചായക്കടയിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ വിശപ്പാണ് ഇവർക്ക്. അപ്പൊ രാത്രിയിൽ അവിടെ ഒരു ഏത്തക്കല തൂക്കിയിടുകയും അതിൽ നിന്നൊരു ഏത്തപ്പഴം കഴിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് അതിന്റെ ഓണർ രാവിലെ വന്നിട്ട് ഇതിൽ നിന്ന്, രണ്ട് ഫ്രണ്ട്സ് ആണ്, ഓണർ ഇവരോട് പറയുന്നു, നിങ്ങൾ ഏത്തപ്പഴം ഇങ്ങനെ എടുത്ത് കഴിച്ചു, അതുകൊണ്ട് ജോലിയിൽ നിന്ന് ഞാൻ പിരിച്ചു വിടുകയാണെന്ന് പറഞ്ഞ് പിരിച്ചുവിടുന്നു. അതിൽ ഈ രണ്ട് ഫ്രണ്ട്സിൽ ഒരാള് മദ്രാസിലേക്ക് പോവുകയും ഒരു ഫേമസ് ആയിട്ടുള്ള പ്രൊഡ്യൂസർ ആയിട്ട് മാറുകയും ചെയ്യുന്നു പ്രയത്നം കൊണ്ട്. ഈ രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് എറണാകുളത്ത് തന്നെ ഇദ്ദേഹം കമ്പിപ്പണിയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം 4ാം ക്ലാസ് മാത്രമേ പാസ്സായിട്ടുള്ള കമ്പിപ്പണി ഫസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അത് ദിവസം കുറച്ച് ആൾക്കാരെ എടുത്ത് കോൺട്രാക്ട് വർക്കിൽ ചെയ്യുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ ഉയർന്നു. അദ്ദേഹം അത് ഓരോ ബിൽഡിങ്ങിന്റെ ചെറിയ വർക്കുകൾ എടുക്കുന്നു. അങ്ങനെ ബിൽഡർ ആവുന്നു. അതിനുശേഷം ഇപ്പം ഹോട്ടൽ ബിസിനസ്സിലേക്ക് പോകുന്നു. ടർഫ്, അങ്ങനെ കുറെ ബിസിനസ് മേഖലകളിലെ റിസോർട്ടുകൾ, ഹൗസ് ബോട്ടുകൾ, അങ്ങനെ ഒരു വലിയൊരു ബിസിനസ്മാൻ, ഒരു ഇയർലി 1500 ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയുടെ ഓണർ ആയിട്ടൊക്കെ മാറുന്നു. അപ്പൊ ഇവരൊക്കെ ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരുപാട് പ്രയത്നത്തിലൂടെയാണ് ഈ സക്സസിലേക്ക് എത്തിയത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണ് എന്തെന്ന് പറയുന്നത് ക്ലൈംബേഴ്സ് എന്ന് പറയുന്നത്. ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ഇവർ ഫുൾ ടൈം സക്സസിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അപ്പൊ ഇദ്ദേഹത്തിന്റെ മക്കളൊക്കെ ആയാലും നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ അറിയാം വളരെ ആവറേജുകാരാണ്. പക്ഷെ ഇവര് ട്രെയിൻ ചെയ്ത് പഠിക്കുന്ന സമയത്തും ഇവർ വലിയ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളൊന്നും അല്ലേ. ഇവർ ട്രെയിൻ ചെയ്തും അവരും ഇപ്പം സക്സസും ബിസിനസ്സൊക്കെ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. ആ ഒരു ലെവലിലേക്ക് എത്തി. അപ്പൊ ഇതൊക്കെ ഒരു മൈൻഡ് സെറ്റ് ആണ് ഈ ക്ലൈംബർ എന്നൊക്കെ പറയുന്നത്. അവർ ട്രെയിൻ ചെയ്ത് ആ രീതിയിൽ ആകുന്നതാണ്. നിങ്ങളൊക്കെ ഇതില് ഏത് കൂട്ടത്തിൽ പെടുന്നയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇതില് ക്വിറ്റർ ആണോ, ക്ലാംബർ ആണോ, ക്ലൈംബർ ആണോ? ഇതിൽ ഏത് കൂട്ടത്തിലാണ് വരുന്നത്?
ക്വിറ്റർ എന്ന് പറയുമ്പം പരാജയം ഏറ്റുവാങ്ങുന്നില്ല. ഇവർ ആദ്യം തന്നെ പറയും എനിക്കൊന്നും സാധിക്കില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്ന രീതിയിൽ കരുതുന്നവരാണ് ക്വിറ്റർ എന്ന് പറയുന്നത്. ക്ലാമ്പർ എന്ന് പറയുന്നത് ഒരു സക്സസ് നേടും, എന്നിട്ട് അത് ആ ലെവലിൽ തന്നെ പോകും, സേഫ് സോണിൽ പോകുന്നവരാണ് ക്ലാമ്പർ എന്ന് പറയുന്നത്. ക്ലൈംബർ എന്ന് പറയുന്നത് അവർ വീണ്ടും വീണ്ടും സക്സസ്സുകൾ നേടിക്കൊണ്ടിരിക്കും. ഇവർക്ക് വളർച്ചയാണ് പ്രധാനം, ഒരിക്കലും ഇവർ ഗിവപ്പ് ചെയ്യില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് ഏതെന്ന് പറയുന്നത്, ക്ലൈംബർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഏതിലാണ് പെടുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്കുക. നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു, നമുക്ക് അഡ്വേഴ്സിറ്റി കോൺഷ്യന്റ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത് നമ്മുടെ പോൾ ജി സ്ലോട്ട് എന്നുള്ള അമേരിക്കൻ സയന്റിസ്റ്റ് ആണെന്ന്. അദ്ദേഹം നമുക്ക് ഈ നമ്മുടെ അഡ്വേഴ്സിറ്റി കോഷ്യന്റ് അല്ലെങ്കിൽ AQ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെത്തേഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് കോർ മെത്തേഡ്. C ഫോർ കറേജ്. നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ നമുക്ക് എങ്ങനെ അത് സോൾവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ എൻ്റെ പാർട്ട് എന്താണ്, ഫസ്റ്റ് പ്രോബ്ലം ഉണ്ടായാൽ എൻ്റെ പാർട്ട് അതിനകത്ത് എന്താണ്, അതാണ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എക്സാമിന് മാർക്ക് കുറഞ്ഞു, എനിക്ക് അതിൽ എന്ത് ചെയ്യാൻ സാധിക്കും, എൻ്റെ ജോലി നഷ്ടപ്പെട്ടു, അതിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വെൽത്ത് വളരെ കുറവാണ്, അതിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് കൺട്രോളിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഓണർഷിപ്പ്. ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഏറ്റെടുക്കുക, എന്നിട്ട് നമുക്ക് അതിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ നമുക്ക് മാർക്ക് കുറഞ്ഞിട്ട് ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി ഒന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അതേപോലെ തന്നെ ജോബ് നഷ്ടപ്പെട്ടു, അപ്പൊ ഞാൻ മറ്റൊരു ജോബിന് വേണ്ടി ട്രൈ ചെയ്യണം. എൻ്റെ ബിസിനസ് ഫെയിലായി, അല്ലെങ്കിൽ മാർക്കറ്റ് ഇത് കുറഞ്ഞു, അപ്പൊ എൻ്റെ ബിസിനസ് സ്ട്രാറ്റജി മാറ്റണം എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നതാണ് ഓണർഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് റീച്ച് എന്ന് പറയും. നമുക്കുണ്ടായ പ്രോബ്ലം നമ്മുടെ ഏതൊക്കെ മേഖലകളെ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് മേഖലകളെ ബാധിക്കുന്നുണ്ടോ. ഇപ്പൊ നമ്മളൊരു സബ്ജക്റ്റ്, ഒരു മാത്തമാറ്റിക്സിന് നമ്മൾ ഫെയിലായിപ്പോയി, മാർക്ക് കുറഞ്ഞു പോയി, അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണം നമുക്ക് മറ്റു മേഖലകളെ ഒന്നും അത് ബാധിക്കില്ല, ഒരു സബ്ജക്റ്റിനെ മാത്രമാണ് ഇത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലൈഫിൽ മറ്റു പ്രശ്നങ്ങൾക്കൊന്നും ഇത് ബാധിക്കത്തുമില്ല, വരുത്തുമില്ല. ഈ ഒരു സബ്ജക്റ്റ് മാത്രം നമുക്ക് എഴുതിയെടുത്താൽ മതി, ആ ഒരു സബ്ജക്റ്റ് മാത്രം നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായാൽ മതി. ബിസിനസ്സിലാണേലും നമുക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു പ്രശ്നമാണ് വന്നിരിക്കുന്നത്, അപ്പൊ നമ്മൾ അതിനു വേണ്ടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പൊ സഞ്ജു സാംസൺ ആണെങ്കിലും നമ്മളിപ്പം ശ്രദ്ധിക്കുമ്പോൾ അറിയാം, അദ്ദേഹം കരിയറിൽ ഫസ്റ്റ് വന്ന സമയത്ത് അദ്ദേഹത്തിന് അണ്ടർ 19 ക്രിക്കറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം നമ്മുടെ കേരളത്തിന്റെ വാഗ്ദാനമാണ്, നമ്മുടെ ഇന്ത്യക്കാരുടെ ടാലന്റ് ആയിട്ടുള്ള ആളാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ലൈഫ് എപ്പോഴും കൺസിസ്റ്റന്റ് അല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ആദ്യ സമയങ്ങളിലൊന്നും അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ പറ്റിയില്ല. അങ്ങനെ ഫസ്റ്റ് അദ്ദേഹത്തിന് സെലക്ഷൻ കിട്ടിയില്ല. എന്നിട്ടും അദ്ദേഹം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ഹെൽത്ത് അദ്ദേഹം ഇംപ്രൂവ് ചെയ്തു. അതെല്ലാം വരുന്നത് നമ്മുടെ റീച്ചിനകത്താണ് വരുന്നത്. നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് എൻഡുറൻസ്. എൻഡുറൻസ് എന്ന് പറയുന്നത് നമുക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് ഏത് മേഖലയൊക്കെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഏത് മേഖലയെ അഫക്റ്റ് ചെയ്യുന്നുണ്ടല്ല, നമുക്ക് ടെമ്പററി ആയിട്ടാണോ പെർമനന്റ് ആയിട്ടാണോ ഇത് വരുന്നത്. ഒരു സബ്ജക്റ്റ് ഫെയിൽ ആയത് മാത്രം നമുക്ക് എഴുതിയെടുക്കാം, അത് നമ്മുടെ മറ്റു മേഖലകളെ ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് എൻഡുറൻസ്. അത് ടെമ്പററി ആണ്, പെർമനന്റ് അല്ല. സഞ്ജു സാംസങ്ങിനായാലും അദ്ദേഹത്തിന്റെ ആദ്യം ഫസ്റ്റ് അദ്ദേഹത്തിന് പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായത് ടെമ്പററി ആണ്, എനിക്ക് അവസരം കിട്ടുമ്പോൾ ഞാനത് നന്നായിട്ട് വിനിയോഗിച്ചാൽ മതി, അത് പെർമനന്റ് ആയിട്ട് എനിക്ക് സൊല്യൂഷൻ കാണാൻ പറ്റും എന്നുള്ള രീതിയിൽ ട്രൈ ചെയ്തുകൊണ്ട് അദ്ദേഹം ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹം നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള പ്ലെയർ ആയിട്ട് മാറി. അപ്പൊ നമ്മൾ ഫസ്റ്റ് കോർ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുന്നതാണ്, നമ്മളെ കൊണ്ട് എന്ത് സാധിക്കും, അതാണ് കൺട്രോള്. നെക്സ്റ്റ് ഓണർഷിപ്പ് എന്ന് പറയുമ്പം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് നമുക്കത് സൊല്യൂഷൻസ് കണ്ടെത്തുന്നതാണ് ഓണർഷിപ്പ് എന്ന് പറയുന്നത്. റീച്ച് എന്ന് പറയുമ്പം നമ്മുടെ ഏതൊക്കെ മേഖലകളെ അത് ബാധിക്കുന്നുണ്ട് എന്ന് പറയുന്നതാണ് റീച്ച്. നെക്സ്റ്റ് വൺ എൻഡുറൻസ് എന്ന് പറയുമ്പം അത് ടെമ്പററി ആണോ പെർമനന്റ് ആണോ എന്ന് നമ്മൾ നോക്കുന്നതാണ് എൻഡുറൻസ് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞത് ഒരു കുട്ടി ഫെയിൽ ആവുന്നതായിരുന്നു. അപ്പൊ ഫസ്റ്റ് കൺട്രോൾ ചെയ്യുമ്പോൾ ഇതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോളിനകത്ത് അതാണ് വരുന്നത്.
നെക്സ്റ്റ് വരുന്നത് പറയുന്നത് ഓണർഷിപ്പ്. ഇതിന്റെ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. അപ്പൊ ഞാൻ നന്നായിട്ട് പഠിക്കുവാണെങ്കിൽ ഇതെനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. നെക്സ്റ്റ് റീച്ച് എന്ന് പറയുന്നത് എനിക്കൊരു സബ്ജക്റ്റ് മാത്രമാണ് പോയിരിക്കുന്നത്, അത് ഇംപ്രൂവ് ചെയ്താൽ ഞാൻ ഓക്കെ ആകും. നെക്സ്റ്റ് പോയിന്റ് എൻഡുറൻസ് എന്ന് പറയുന്നത് ഞാൻ ആ ഒരു ടെമ്പററി ആയിട്ട് എനിക്ക് ആ പേപ്പർ പോയി അത് എഴുതിയെടുക്കുകയോ മാർക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ എൻ്റെ ഈ പ്രോബ്ലം സോൾവ് ആകും എന്ന് കരുതുന്നതാണ് എൻഡുറൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് എല്ലാം കിട്ടിയിട്ടുള്ള നല്ലൊരു എക്സാമ്പിൾ ആണ് സഞ്ജു സാംസങ്ങിന്റെ കാര്യം. അദ്ദേഹം ലൈഫില് ലോ AQ ഉള്ള ആളായിരുന്നെങ്കിൽ, അഡ്വേഴ്സിറ്റി കോഷ്യന്റ് ഉള്ള ആളായിരുന്നെങ്കിൽ അദ്ദേഹം ഒരിക്കലും മീഡിയാസ് അദ്ദേഹത്തിനെ ക്രിട്ടിസൈസ് ചെയ്തു, എല്ലാവരും ഇങ്ങനെ പറയുന്ന സമയത്ത് അദ്ദേഹം ക്വിറ്റ് ചെയ്ത് പോവുകയുള്ളൂ. അതേസമയം ഹൈ AQ ഉള്ള ആളായതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, അദ്ദേഹം പെർഫോമൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഫിസിക്കൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്തിട്ട് ഇദ്ദേഹത്തിന് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് AQ ഹൈ ആയതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു പെർഫോമൻസ് അദ്ദേഹത്തിന് കിട്ടിയത്, അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ള ഒരു ലെവലിൽ എത്താൻ പറ്റിയതും. അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം ക്വിറ്റ് ചെയ്ത് പോയെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ള ഒരു ലെവലിൽ എത്താൻ സാധിക്കത്തില്ലായിരുന്നു. അതേപോലെ നമുക്കറിയാവുന്ന ഒരു റൈറ്ററാണ് JK റോളിംഗ് എന്നുള്ളത്, ഹാരി പോട്ടർ എഴുതിയത്. അവരുടെ ലൈഫിലും ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും പ്രതിസന്ധികളും ഫിനാൻഷ്യൽ പ്രോബ്ലംസും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർ മനസ്സ് കൈവിടാതെ അവരുടെ സക്സസിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പല പല പബ്ലിഷേഴ്സിനെയും അവർ കണ്ടു. അതിനുശേഷം ഏറ്റവും അവസാനമാണ് അവർക്കൊരു പബ്ലിഷറിനെ കിട്ടുകയും അവരുടെ ബുക്ക് പബ്ലിഷ് ചെയ്യുകയും അവർ വളരെ ഫേമസ് ആവുകയും ഒരു ബില്യനറായിട്ടൊക്കെ മാറുകയും ചെയ്തത്. അപ്പൊ ലൈഫില് ബുദ്ധിമുട്ടുകളെയൊക്കെ സഹിച്ച് വീണ്ടും വീണ്ടും സക്സസിന് വേണ്ടിയിട്ട് മുന്നേറുന്നവരാണ് എപ്പോഴും സക്സസ് ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്ന പാഠങ്ങൾ എന്നൊക്കെ പറയുന്നത്. KFC ചിക്കൻ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, അതിൽ കേണൽ ഹൊറാൾഡ് എന്ന് പറയുന്ന അതിന്റെ ഓണർ എന്ന് പറയുന്നതും 65-ാമത്തെ വയസ്സിൽ റിട്ടയർമെന്റ് സമയത്താണ് എനിക്ക് ലൈഫിൽ ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ഇരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് വീണ്ടും അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുമ്പം അദ്ദേഹത്തിന് ആകെ അറിയാവുന്ന ഒരു ചിക്കൻ റെസിപ്പി മാത്രമാണ്, അത് കുക്ക് ചെയ്ത് കൊടുത്തപ്പോൾ എല്ലാവരും വളരെ നല്ലതാന്ന് പറഞ്ഞത്. ആ സമയത്ത് അദ്ദേഹം ഈ കയ്യിലുള്ള പൈസ വെച്ചിട്ട് ചിക്കൻ ഉണ്ടാക്കി എല്ലാ വീടുകളിലും കയറി ഇറങ്ങി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴും അത് എല്ലാവരും വീടുകളിൽ കൊണ്ടുപോകുമ്പോൾ അതിന്റെ ക്വാളിറ്റികൾ നോക്കാതെ അത് ആരും വാങ്ങിക്കാതിരിക്കുകയും, അതേപോലെ അദ്ദേഹം ഹോട്ടലുകാരെ സമീപിക്കുകയും ഞാൻ ചിക്കൻ ഉണ്ടാക്കി തരാം, നിങ്ങളത് സെയിൽ ചെയ്ത് തരണം, എന്നിട്ട് ക്യാഷ് തന്നാൽ മതി എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ ആരും അത് ഏറ്റെടുക്കുന്നില്ല. ഏറ്റവും ലാസ്റ്റ് ഒരു ഹോട്ടലുകാരൻ അത് ഏറ്റെടുക്കുകയും അങ്ങനെ ആ ഹോട്ടലിൽ ഈ ചിക്കൻ കഴിക്കാൻ വേണ്ടി ആൾക്കാർ എത്തുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഇദ്ദേഹം സ്വന്തമായിട്ട് ഒരു ഹോട്ടലൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളായാലും നമ്മുടെ മൈൻഡ് കൈവിടാതെ നമ്മൾ മുന്നേറുക എന്നുള്ളതാണ് AQ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ലൈഫിൽ IQ ഉണ്ട്, ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ അവര് പ്രോബ്ലംസ് ഒക്കെ നന്നായിട്ട് സോൾവ് ചെയ്യും, നന്നായിട്ട് മെമ്മറൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് IQ. ഈ IQ ഉള്ള ആൾക്കാരെയൊക്കെ എപ്പോഴും കൺട്രോൾ ചെയ്യുന്നത് EQ ഉള്ള ആൾക്കാരായിരിക്കും, ഇമോഷണലി കോഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇവരെപ്പോഴും വളരെ കാമായിട്ട് ഡിസിഷൻസ് എടുക്കുന്നവരാണ്, അതുകൊണ്ടാണ് അവർക്ക് ആ കപ്പാസിറ്റി കിട്ടുന്നത്. അതേപോലെ സോഷ്യൽ കോഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ കോണ്ടാക്ട്സ് ഒക്കെ ഉള്ളതും പ്രോബ്ലംസ് ഒക്കെ ഇവര് സോൾവ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഇന്റലിജന്റ് ഉള്ള ആൾക്കാരെ എപ്പോഴും EQവും SQ ഒക്കെ ഉള്ള ആൾക്കാരാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഈ EQവും SQവും IQവിനെ കാട്ടി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് എന്തെന്ന് പറയുന്നത് AQ എന്ന് പറയുന്നത്, അഡ്വേഴ്സിറ്റി കോഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ലൈഫില് ഇമ്പോസിബിൾ എന്നുള്ള കാര്യങ്ങൾ പോസിബിൾ ആക്കുക, ഒരിക്കലും തളരാതെ എല്ലാവരും മുന്നോട്ട് പോവുക, ലൈഫ് സക്സസ് ആവുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ ലൈഫിൽ ഉണ്ടായാലും അടുത്ത നിമിഷം നമുക്കത് ശരിയാകും, നമ്മൾ ഓക്കെ ആകും എന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുക. അപ്പൊ എല്ലാവർക്കും സക്സസ് മാത്രം ഉണ്ടാവട്ടെ, AQ മൈൻഡിൽ വെച്ചിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് ഈ AQ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാർഗങ്ങളുണ്ട്. നമുക്ക് EQ IQ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രെയിനിങ്സ് ഉണ്ട്. അപ്പം ഈ AQ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള മെത്തേഡ് ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവ് തിങ്കിങ് എന്നുള്ളതാണ്. അപ്പൊ പോസിറ്റീവ് തിങ്കിങ് നിങ്ങൾക്ക് അറിയാമല്ലോ, പോസിറ്റീവ് തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്ന് പറയുന്നത്. പോസിറ്റീവ് തിങ്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഉള്ള കാര്യം എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക, ജേർണലിങ്, പിന്നെ അതുകൊണ്ട് നല്ല ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കുക, ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ ഞാൻ ഒരു ക്ലാസ്സിൽ ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പോസിറ്റീവ് തിങ്കിങ് എന്നും പറഞ്ഞ് നമ്മൾ ഒരു പറഞ്ഞതാണ്. അപ്പൊ
അപ്പൊ നമ്മുടെ നെഗറ്റീവ് തിങ്കിങ്ങിനെ മാറ്റിയിട്ട് നമുക്ക് എന്താക്കി മാറ്റണം? പോസിറ്റീവ് തിങ്കിങ് ആക്കി മാറ്റുന്നത് നമുക്ക് AQ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. നെക്സ്റ്റ് ആണ് നമ്മുടെ ഫെയിലിയർ ഡയറി എഴുതുക. നമ്മുടെ ജേർണലിംഗ് പോലെ തന്നെ നമ്മുടെ ഒരു ഡയറിയാണ് ഫെയിലിയർ ഡയറി. നമ്മൾ ഒരു ദിവസം എന്തൊക്കെ പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് ഓരോ ദിവസവും നമ്മൾ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫെയിലിയർ ഡയറിയിൽ ചെയ്യേണ്ടത്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഓൾറെഡി പറഞ്ഞു. നമുക്ക് നല്ല ഒരു മൈൻഡിലെ നമുക്ക് നല്ല ഡിസിഷൻസ് എടുക്കാൻ പറ്റൂ. അപ്പൊ നല്ല ഹെൽത്തില് നല്ല ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല മൈൻഡും അവിടെ ഉണ്ടാകും. അപ്പൊ നന്നായിട്ട് നമ്മൾ നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, നന്നായിട്ട് വെള്ളം ആവശ്യത്തിന് കുടിക്കുക ഡെയിലി. അതേപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നതും വെള്ളം കുടിക്കുകയും പിന്നെ അതുകൊണ്ട് എക്സസൈസ്, യോഗ ഇതൊക്കെ ലൈഫിന്റെ ഒരു പാർട്ടാക്കുക. ഡെയിലി ഒരു 10 മിനിറ്റ് ഒരു 15 മിനിറ്റ് ഒക്കെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ മതി. ഇതൊക്കെ നമുക്ക് ഓവർകം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുകൊണ്ട് തന്നെ ലൈഫിൽ എപ്പോഴെങ്കിലും നമുക്ക് ഫെയിലിയർ ആയി എന്ന് തോന്നിയാൽ നമ്മൾ ഈ കോർ മോഡൽ പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ കൺട്രോള് എന്താണ്, ഓണർഷിപ്പ് എന്താണ്, അതേപോലെ റീച്ച് എന്താണ്, നെക്സ്റ്റ് എൻഡുറൻസ് എന്താണെന്ന് എഴുതി വെച്ചിട്ട് നമ്മൾ ആ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഈ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് AQ ലോ ആണെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും? ഹൈ ആക്കാൻ പറ്റും അതിനെയൊക്കെ. അപ്പം AQ ലോ ആയവരുടെ മൈൻഡിൽ എന്ന് പറയുന്നത് എപ്പോഴും ഇവരെങ്ങനെയായിരിക്കും? എല്ലാം ഗിവപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പരാജയം ഇവര് ചെയ്യുന്നതിന് മുന്നേ പരാജയം ഏറ്റുവാങ്ങുന്ന ആൾക്കാരായിരിക്കും എന്തെന്ന് പറയുന്നത് AQ ലോവായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവരൊന്നും ചെയ്യില്ല, അതിന് മുന്നേ പരാജയം സമ്മതിക്കും. ഇവർ ഓവർ തിങ്കിങ് ആയിരിക്കും, എനിക്കൊന്നും സാധിക്കില്ല, കോൺഫിഡൻസ് ലോ ആയിട്ടുള്ളവരായിരിക്കും. അതേസമയം ഹൈ AQ ഉള്ള ആൾക്കാരാണ് എനിക്കെല്ലാം സാധിക്കും, ഇവരൊരിക്കലും ഗിവപ്പ് ചെയ്യില്ല, ഇവരെപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും എന്തെന്ന് പറയുന്നത് ഹൈ AQ ഉള്ള ആൾക്കാരെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ലോ AQ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ഹൈ AQ ആക്കിയിലേക്ക് മാറ്റണം. അതിന് മുകളിൽ പറഞ്ഞ ആ മെത്തേഡുകൾ, പോസിറ്റീവ് തിങ്കിങ്, അതേപോലെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, ഫെയിലിയർ ഡയറി എഴുതുക, അതേപോലെ തന്നെ കോർ മോഡൽ പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോ AQ ആണെങ്കിൽ അതിനെ എന്താക്കി മാറ്റാൻ പറ്റും? ഹൈ AQയിലേക്ക് മാറ്റാൻ പറ്റും. അപ്പൊ നമ്മുടെ തിങ്കിങ് ആണ് ഫസ്റ്റ് ചേഞ്ച് ചെയ്യേണ്ടത്. ഓട്ടോമാറ്റിക്കലി എല്ലാം നമുക്ക് ചേഞ്ച് ആയിക്കോളും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഡേ നേരുന്നു. എല്ലാവരും ഹൈ AQ ഉള്ളവരായിട്ട് മുന്നോട്ട് പോവുക. താങ്ക് യു. അപ്പം ഫീഡ്ബാക്കുകളൊക്കെ പറയുക. താങ്ക് യു സോ മച്ച് മാം. അതിര മാം, ഹാപ്പി മോർണിംഗ്. ഹാപ്പി മോർണിംഗ് സർ. വളരെ മനോഹരമായ ഒരു സെഷൻ ആയിരുന്നു കേട്ടോ. കുറച്ചു ഭാഗം ഞാൻ മോർണിംഗ് വാക്കിന്റെ സമയത്താണ് കേട്ടിരുന്നത്. പിന്നെയാണ് അതിന്റെ അന്ന് ഇരുന്നപ്പോഴാണ് കുറെ കൂടി അതിന്റെ നന്നായിരുന്നു മാം. വളരെ നമുക്ക് അറിയുന്നതാണെങ്കിൽ പോലും അത് വീണ്ടും കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, നമുക്ക് കുറച്ചുകൂടിയും ഇനിയും. ഞാന് എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിന്റെ ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് മാമിനെ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു, ജേർണൽ എഴുതുന്നുണ്ടായിരുന്നു. ഇനി താങ്ക് യു, വണ്ടർഫുൾ സെഷൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. Hello, good morning, ma'am. സ്റ്റക്കായോ? സ്റ്റക്ക് ആയതാന്ന് തോന്നുന്നു. Good morning. ഗുഡ് മോർണിംഗ്. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ സ്റ്റക്ക് ആയപ്പോ ഞാൻ എന്റെ ഇവിടുത്തെ പ്രോബ്ലം ആയിരിക്കും വിചാരിച്ചു. ഷജീല മാം പറയൂ. ഷജീല മാം. നല്ല സെഷൻ ആയിരുന്നു. എല്ലാരും പറഞ്ഞു ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ്, മോട്ടിവേഷണൽ ആയിട്ട് സ്റ്റാർട്ടിങ് ടു എൻഡ് കുറെ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. വീണ്ടും സ്റ്റക്ക് ആയിട്ടുണ്ടോ? കേൾക്കുന്നുണ്ട് ജില മാം, പറഞ്ഞോളൂ. മാമിന് എന്തോ അവിടെ ഇഷ്യൂ ഉണ്ടോ തോന്നുന്നു അല്ലേ? ഞാൻ പറയുന്ന ഓക്കെ അല്ലേ?
ഇപ്പം ശരി മാം കേൾക്കാം. കേൾക്കുന്നുണ്ട്. ഞാനപ്പോ മാം ക്ലാസ് പറഞ്ഞപ്പോ ഞാനൊരു ക്ലാമ്പർ ആയിരുന്നു. അപ്പൊ ഓക്കെ മാം. ഒന്ന് തിങ്ക് ചെയ്യാൻ പറഞ്ഞപ്പോ ക്ലാമ്പർ ആയിരുന്നു എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലൈംബറിലോട്ട് മാറൂലേ. പിന്നെ ഓരോന്നോരോന്ന് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. അപ്പൊ ആ ഒരു സ്റ്റേജിലാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഉള്ളത്. താങ്ക് യു. എന്തായാലും നല്ല സെഷനായിരുന്നു. നല്ലൊരു പവർഫുൾ സെഷനായിരുന്നു. താങ്ക് യു. ഗുഡ് മോർണിംഗ് ആതിര മാം. പിന്നെ സ്റ്റക്കായെന്ന് തോന്നുന്നു. വൈഫൈ ഇല്ലാന്ന് പറയുന്നത് റേഞ്ച് ഇഷ്യൂ ഉണ്ടാവും. എന്താണെന്നറിയാം. സാർ പറഞ്ഞോളൂ സാർ. മാം വീഡിയോ ഓഫ് ആക്കിയാൽ മതിയാവും. ആതിര മാമിന്റെ വീഡിയോ ഓഫ് ആക്കിയ ചിലപ്പോ വീഡിയോ ഓഫ് ആക്കട്ടെ ഞാൻ. ആ ഓഫ് ആക്കിയോ. ഓക്കെ. നല്ലൊരു സെഷനായിരുന്നു. പുതിയൊരു ടോപ്പിക്കാണ്, ഞാൻ കേട്ടിട്ടില്ല മുമ്പ്. നന്നായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തു ഓരോ പോയിന്റ്സും. പിന്നെ ഷജില മാം പറഞ്ഞ പോലെ ഞാൻ ചില സ്ഥലത്തൊക്കെ ക്ലാമ്പറും ചില സ്ഥലത്ത് ക്ലൈംബറും ആണ്, ഡിപ്പെൻസ്. ചില ഏരിയാസ് ഇപ്പോഴും ക്ലാമ്പറിൽ തന്നെയാണ് കിടക്കുന്നത്. എന്തായാലും പുതിയ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. താങ്ക് യു. താങ്ക് യു സർ. രാവിലെ എല്ലാരും തിരക്കിലാണെന്ന് തോന്നുന്നു. Hello, ma'am. Good morning. ഗുഡ് മോർണിംഗ് മാം. Actually, very nice session. വേറൊരു റയർ ടോപ്പിക്കാണ്. ഞാൻ ആക്ച്വലി ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ കൂടി ഇതുവരെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ലായിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പം റവ് സാറും ഷജില മാമും പറഞ്ഞതുപോലെ ഞാനൊക്കെ സെയിം ഒന്നിൽ സെറ്റിൽ ആണെങ്കിൽ ഇറ്റ്സ് ഇനഫ് ഫോർ മീ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ്. ഇപ്പം വീണ്ടും വിംപിളിലോട്ട് വന്നപ്പോഴാണ് ഒന്ന് ഒരു ക്ലൈംബേഴ്സ് ആവാനുള്ള ഒരു എന്താ പറയുക, നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ മാറുന്നത്. എനിവേ, താങ്ക് യു സോ മച്ച്. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു ലിഫ്ന മാം. ആതിര മാം അടിപൊളി പ്രസന്റേഷൻ ആയിരുന്നു കേട്ടാ. നല്ല ഫ്ലോ ഉണ്ടായിരുന്നു. താങ്ക് നല്ല യു. ഓക്കെ. പവർഫുൾ ആയിരുന്നു. രാവിലെ തന്നെ നല്ലൊരു മോട്ടിവേഷൻ കിട്ടി. പിന്നെ ടോപ്പിക് എന്ന് പറയുന്നത് എനിക്കും പുതിയ തന്നെ. ഞാനും ഇതൊന്നും കേട്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഈ ക്ലൈംബറൊക്കെ. എന്തായാലും അടിപൊളി സെഷൻ ആയിരുന്നു, ഇൻഫോർമേറ്റീവ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ ആക്ച്വലി താങ്ക് യു എമോഷണൽ ഇന്റലിജൻസിന്റെ ഇത് റെഫർ ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടിട്ടുണ്ട്, പക്ഷെ അതിലോട്ട് പോയിട്ടില്ലായിരുന്നു. പക്ഷെ മാം അതെടുത്തപ്പോൾ മനസ്സിലായി അത് ഇതാണ് സംഭവം. താങ്ക് യു. താങ്ക് യു. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ. ഇനി ആർക്കും ഓക്കെ. എല്ലാവരും ഫീഡ്ബാക്കുകളൊക്കെ ഗ്രൂപ്പിൽ അറിയിക്കുക. താങ്ക് യു. താങ്ക് യു ഓൾ. അപ്പൊ ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഫസ്റ്റിലെ പറയേണ്ടതായിരുന്നു ഇങ്ങനൊരു ചാൻസ് തന്ന വിംപിൾ അക്കാഡമിക്കും താങ്ക് യു സോ മച്ച്. എല്ലാ സപ്പോർട്ടും തന്ന സജന മാമിനും റാവു സാറിനും എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു.